Welcome to BSc Main Physics, Semester 6, Paper 4, Digital Electronics and Computer Science. This is the 49th lecture. 49th lecture, Arrays in C++. Arrays in C++, today's topic. So the first part of the question is, subject is, in C++, an array is a variable that can store multiple values of the same type. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ അറേ എന്ന് പറഞ്ഞ ഒരു വേരിയബിളാണ്. നമ്മൾ ഒരുപാട് വേരിയബിൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ അറേയും ഒരു വേരിയബിളാണ്. അപ്പോൾ അവിടെ ചെയ്യുന്നത് ദാറ്റ് ക്യാൻ സ്റ്റോർ മൾട്ടിപ്പിൾ വാല്യൂസ്. ഈ അറേയിലും അനേകം വാല്യൂസ് നമുക്ക് സ്റ്റോർ ചെയ്യാം. ഫോർ എക്സാമ്പിൾ, സപ്പോസ് എ ക്ലാസ് ഹാസ് 27 സ്റ്റുഡൻസ് ആൻഡ് വി നീഡ് ടു സ്റ്റോർ ദ ഗ്രേഡ്സ് ഓഫ് ആൾ ഓഫ് ദം. ഇൻസ്റ്റെഡ് ഓഫ് ക്രിയേറ്റിംഗ് 27 സെപ്പറേറ്റ് വേരിയബിൾസ് വി ക്യാൻ സിംപിളി ക്രിയേറ്റ് ആൻ അറേ. അപ്പോൾ അതായത് ഒരു ക്ലാസ്സിൽ 27 കുട്ടികളുണ്ടെങ്കിൽ ആ 27 കുട്ടികൾക്ക് പ്രത്യേകം ഗ്രേഡ് കൊടുത്ത് സൂചിപ്പിക്കുന്നതിന് പകരം ഇവരെ എല്ലാവരെയും ഒരു അറേയിൽ നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. സപ്പോസ് എ ക്ലാസ് ഹാസ് 27 സ്റ്റുഡൻസ് ആൻഡ് വി നീഡ് ടു സ്റ്റോർ ദ ഗ്രേഡ്സ് ഓഫ് ആൾ ഓഫ് ദം. അവരുടെ എല്ലാം ഗ്രേഡ് എഴുതണം. ഇത് പ്രത്യേകം സെപ്പറേറ്റ് വേരിയബിളിൽ സ്റ്റോർ ചെയ്യുന്നത് പ്രയാസമാണ്. അതിന് പകരം നമുക്ക് ഒരു അറേ ക്രിയേറ്റ് ചെയ്യാം. In C++, an array is a variable that can store multiple values of the same type. അതർത്ഥം. അറേക്ക് കളികളാണ്, ഈ ചില ബോക്സുകളാണ്, അതിനകത്ത് ഇങ്ങനെ ഡേറ്റ നമ്മൾ സ്റ്റോർ ചെയ്യണം. അപ്പം അതിൻ്റെ ഒരു സിൻറ്റാക്സിൻ്റെ ഫോം ഇതാണ്. സിൻറ്റാക്സ് ഡബിൾ ഗ്രേഡ്. ഇപ്പം ഡബിൾ എന്നുള്ള കീവേഡ് നമ്മൾ ഉപയോഗിക്കുന്നത് കാരണം ഇത് കൂടുതൽ ഇൻറ്റിജേഴ്സ് വരാം. ഡബിൾ ഗ്രേഡ് 27 ഇങ്ങനെയുള്ള ഒരു സിൻറ്റാക്സ് ഫോമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഹിയർ ഗ്രേഡ് ഈസ് എൻ അറേ ദാറ്റ് ക്യാൻ ഹോൾഡ് എ മാക്സിമം ഓഫ് 27 എലമെൻറ്റ്സ് ഓഫ് ഡബിൾ ടൈപ്പ്. In C++, the size and type of arrays cannot be changed after its declaration. ഈ അറേ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സൈസും ടൈപ്പും നമുക്ക് പിന്നീട് വേരി ചെയ്യാൻ പാടില്ല. C++ അറേ ഡിക്ലറേഷൻ, ഇതാണ് അറേ ഡിക്ലറേഷൻ്റെ ഫോം. ഡേറ്റ ടൈപ്പ്, അറേ നെയിം, ബ്രാക്കറ്റ്, അറേ സൈസ്, ബ്രാക്കറ്റ് ക്ലോസ്ഡ്, സെമിക്കോളൻ. ഫോർ എക്സാമ്പിൾ, ഇൻറ്റ് x6 അറേ. സ്ക്വയർ ബ്രാക്കറ്റ് അല്ലെങ്കിൽ ബ്രാക്കറ്റ് നമ്മൾ അറേയുടെ റെപ്രസെൻറ്റേഷനാണ്, സെമിക്കോളൻ. അറേ എഴുതുമ്പോൾ എപ്പോഴും ഈ സ്ക്വയർ ബ്രാക്കറ്റ് അല്ലെങ്കിൽ സിംപ്ലി നമ്മൾ ബ്രാക്കറ്റ് എന്നാണ് പറയുന്നത്, അത് വേണ്ടി വരും. അപ്പോൾ ആ മുകളിൽ കാണുന്ന എഴുത്തിൽ ഓരോ ടേമിൻ്റെ അർത്ഥം എന്താണ്? ഇൻറ്റ് ടൈപ്പ് ഓഫ് എലമെൻറ്റ്സ് ടു ബി സ്റ്റോർഡ് ആണ്. എക്സ് നെയിം ഓഫ് ദി അറേ, 6 സൈസ് ഓഫ് ദി അറേ. അപ്പോൾ ഇവിടെ നെയിം വേണം, സൈസ് വേണം, അതുപോലെ ഇൻറ്റ് ടൈപ്പ് കീവേഡും വേണം. ഇനി ആക്സസ് എലമെൻറ്റ്സ് ഇൻ C++ അറേ. എന്താണ് ഈ ആക്സസ് എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ? നമുക്ക് ഏതായാലും എലമെൻറ്റ്സ് ആണ് അവിടെ നിന്ന് കിട്ടുന്നത്. ഇൻ C++, ഈച്ച് എലമെൻറ്റ് ഇൻ ആൻ അറേ ഈസ് അസോസിയേറ്റഡ് വിത്ത് എ നമ്പർ. അപ്പോൾ അറേയിൽ ഓരോ എലമെൻറ്റിനും ഒരു നമ്പർ കാണും. ദ നമ്പർ ഈസ് നോൺ ആസ് ആൻ അറേ ഇൻഡെക്സ്. ഈ നമ്പറിനെ അറേ ഇൻഡെക്സ് എന്ന് പറയും. വി ക്യാൻ ആക്സസ് എലമെൻറ്റ്സ് ഓഫ് ആൻ അറേ ബൈ യൂസിങ് ദോസ് ഇൻഡീസസ്. അപ്പോൾ ഈ ഇൻഡെക്സ്, ഈ നമ്പർ ഉപയോഗിച്ച് ഈ അറേയിലുള്ള ഓരോ എലമെൻറ്റിനും നമുക്ക് എടുക്കാം, ആക്സസ് ചെയ്യാം. ഇപ്പം ഇവിടെ സിൻറ്റാക്സ് ടു ആക്സസ് അറേ എലമെൻറ്റ്സ്. അറേ എലമെൻറ്റ് നമ്മൾ ആക്സസ് ചെയ്യാനുള്ള സിൻറ്റാക്സ് ആണ് അറേ ബ്രാക്കറ്റ് ഇൻഡെക്സ് ബ്രാക്കറ്റ് ക്ലോസ് ടു സെമിക്കോളൻ. പിന്നെ നമുക്ക് അറേ നോക്കാം. കൺസിഡർ ദി അറേ എക്സ് വി ഹാവ് സീൻ എബവ്. ഇപ്പോൾ മുകളിൽ കിടന്ന് അറേ നോക്കുക. അപ്പോൾ അതിനൊരു റെപ്രസെൻറ്റേഷനാണ് എലമെൻറ്റ്സ് ഓഫ് ആൻ അറേ ഇൻ C++. അപ്പോൾ അറേ മെമ്പേഴ്സാണ് കാണിച്ചിരിക്കുന്നത്. x0, x1, x2, x3, x4, x5. 6 മെമ്പേഴ്സ് ഉണ്ട്. 6 മെമ്പേഴ്സ്. അത് ഇൻഡീസ് ഉണ്ട്. ഇൻഡീസ് നമ്മൾ കൊടുക്കുന്നത് 0 തൊട്ടാണ് എടുക്കുന്നത്. 0 to 5 ആണ് ഇൻഡീസസ്.
അപ്പോൾ ഇൻഡീസസ് അല്ലെങ്കിൽ കറസ്പോണ്ടിങ് നമ്പർ എന്ന് പറയുന്നത് അതിൻ്റെ ഇൻഡീസസ് 0 to 5 ആണ്. അറേ മെമ്പേഴ്സാണ് x0, x1, x2, x3 അങ്ങനെ കാണിക്കുന്നത്. ആ ഓരോ ബോക്സും ഓരോ അറയെ കാണിക്കും. അപ്പോൾ ഇത് എലമെൻറ്റ്സ് ഓഫ് ആൻ അറേ ഇൻ C++. പിന്നെ ഇവിടെ അറേ പഠിക്കുമ്പോൾ, അറേ മനസ്സിലാക്കുമ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ ഓർത്തിരിക്കണം. ഫ്യൂ തിങ്സ് ടു റിമെമ്പർ. ദി അറേ ഇൻഡീസസ് സ്റ്റാർട്ട് വിത്ത് 0. 0-ലാണ് ആരംഭിക്കുന്നത്, അല്ല 1-ലല്ല. ദി അറേ ഇൻഡീസ് സ്റ്റാർട്ട് വിത്ത് 0, meaning x0 is the first element stored at index 0. If the size of an array is n, the last element of this is stored at index n-1. In this example, xy is the last element, that is 6th element. നമ്മൾ 0-ലാണല്ലോ ആരംഭിക്കുന്നത്. അപ്പോൾ xy എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് എലമെൻ്റ് ആണ്, 6th എലമെൻ്റ് ആണ്. അതാണ് മീനിങ് നമ്മുടെ എക്സാമ്പിളിൽ. Elements of an array have consecutive addresses. For example, suppose the starting element is x0 is 210D, then the address of the next element x1 will be 2124D. അപ്പോൾ നോക്കിയാൽ 2120D കഴിഞ്ഞാൽ പിന്നെ 2124D ഒരു 4 കൂടുന്നുണ്ട്. അതിന് കാരണം പറയാൻ പോവാണ്. The address of x2 element will be 2128D and so on. അടുത്തതാണെങ്കിൽ ഇപ്പോൾ x3 എലമെൻ്റ് ആണെങ്കിൽ 2132D ആയിരിക്കും. അങ്ങനെ പോകും. എന്തുകൊണ്ട് ഈ 4 വെച്ച് കൂടുന്നു, ഈ 4 വെച്ച് ഇതിൻ്റെ അഡ്രസ്സ് കൂടുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. ഹിയർ ദ സൈസ് ഓഫ് ഈച്ച് എലമെൻറ്റ് ഈസ് ഇൻക്രീസ്ഡ് ബൈ 4. This is because the size of int is 4 byte. or ഇൻറ്റിന് 4 byte ആണുള്ളത്, 4 byte. അതുകൊണ്ടാണ് ഈ സൈസ് 4 വെച്ച് കൂടുന്നത്. അടുത്തത് C++ array initialization. C++ array initialization. In C++, it is possible to initialize an array during declaration. For example, ആയിട്ട് കാണിക്കുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ അവിടെ 2 ലൈൻ കൊടുത്തിട്ടുണ്ട്, 2 ഫ്രണ്ട് സ്ലാഷ് കൊടുത്തിട്ടുണ്ട്. അത് എന്താണെന്ന് പറയുകയാണ്. ഡിക്ലെയർ ആൻഡ് ഇനിഷ്യലൈസ് ദി അറേ. അപ്പോൾ നമ്മൾ ഒരു 6 എലമെൻറ്റുള്ള അറേയാണ് ഡിഫൈൻ ചെയ്യുന്ന ഇൻഡ് x6. അപ്പോൾ അതിൽ ആ വാല്യൂ അറേ നമ്മൾ ഇനിഷ്യലൈസ് ചെയ്യാണ്, വാല്യൂ കൊടുത്തിട്ട് ഒരു ബ്രേസിനകത്ത് 19, 10, 8, 17, 9, 15 അങ്ങനെ 6 വാല്യൂ നമ്മൾ കൊടുക്കുകയാണ്, സെമിക്കോളൻ. അപ്പോൾ അത് സ്റ്റോർ ചെയ്യുന്ന രീതിയാണ് ഇവിടെ കാണിക്കുന്നത്. C++ array elements and their data. array members x0, x1, x2, x3, x4, x5. പിന്നെ array indices 0, 1, 2, 3, 4, 5. അവിടെ എലമെൻറ്റ് 19, 10 നേരത്തെ പറഞ്ഞ എലമെൻറ്റ് 19, 10, 8, 17, 9, 15 അങ്ങനെ എലമെൻറ്റ്സ് ഓരോ അറയിലും വരും. ആരിതല്ലാതെ ഒരു മറ്റൊരു രീതി റെപ്രസെൻറ്റ് ചെയ്യാറുണ്ട്. അനദർ മെത്തേഡ് ടു ഇനിഷ്യലൈസ് അറേ ഡ്യൂറിങ് ഡിക്ലറേഷൻ. ഡിക്ലെയർ ആൻഡ് ഇനിഷ്യലൈസ് ആൻ അറേ ഇൻറ്റു എക്സ് bracket equal to brace 19, 10, 8, 17, 9, 15 brace close to semicolon. Here we have not mentioned the size of the array. നമ്മൾ സൈസ് പറഞ്ഞിട്ടില്ല. In such cases the compiler automatically computes the size. ഓട്ടോമാറ്റിക്കായിട്ട് കമ്പൈലർ പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ സൈസ് കമ്പ്യൂട്ട് ചെയ്തുകൊള്ളും. അപ്പോൾ അത്രയാണ് അറേയെക്കുറിച്ചുള്ള ഒരു ബേസിക് നോട്ട്. നമ്മൾ അറേ കണ്ടിന്യൂ ചെയ്യും. അറേ അല്പം ലെങ്തി ടോപ്പിക്കാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഇത്രയും പറഞ്ഞതിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. വാട്ട് ഈസ് അറേ ഇൻ C++? ഗിവൻ എക്സാമ്പിൾ. ഇപ്പോൾ നമ്മുടെ എക്സാമ്പിളായിട്ട് ഒരു 27 എലമെൻറ്റ്സ് ഉള്ള ഒരു അറേ പറഞ്ഞിരുന്നു. അത് എഴുതണം. എക്സ്പ്ലെയിൻ അറേ ഡിക്ലറേഷൻ. നിങ്ങൾക്ക് ടൈറ്റിൽ വായിക്കാം. വാട്ട് ആർ അറേ ഇൻഡീസസ് ടു ആക്സസ് എലമെൻറ്റ്സ്. ആ ആക്സസ് എലമെൻറ്റ്സ് എന്നുള്ള ഭാഗത്തുണ്ട്. വാട്ട് ഈസ് മീൻ ബൈ C++ array initialization? അത് നമ്മൾ പറഞ്ഞു. റൈറ്റ് എ നോട്ട് ഓൺ array in C++. ഇപ്പോൾ മുകളിൽ പറഞ്ഞ കാര്യങ്ങളിൽ കുറച്ച് മാർക്ക് നോക്കി എഴുതുക. റൈറ്റ് എ നോട്ട് ഓൺ ആൻ array
ഓൺ അറേ ഇൻ C++. ഇപ്പോൾ മൊത്തം എഴുതിയില്ലെങ്കിൽ മാർക്ക് 1 മാർക്ക് അല്ലെങ്കിൽ 2 മാർക്ക് ആ ഓർഡറിൽ എഴുതുക. 2 മാർക്കാണെങ്കിൽ കുറച്ച് കൂടുതൽ എഴുതുക. That is all with your 49th lecture on digital electronics and computer science. Thank you very much.